മനുഷ്യരിൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടവനായി കണക്കാക്കപ്പെടുന്ന വ്യക്തിത്വമാണ് ആദം. ദൈവം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് തന്റെ ശ്വാസം ഊതി ജീവൻ നൽകിയവനാണ് ആദം. ഏദൻ തോട്ടത്തിൽ ജീവിതം ആരംഭിച്ച ആദം തന്റെ സഹചാരിയായ ഹവ്വയോടൊപ്പം മനുഷ്യവർഗത്തിന്റെയും ഭൂമിയിലെ ജീവചരിത്രത്തിന്റെയും തുടക്കം കുറിച്ചവനാണ്. ദൈവത്തോടുള്ള അനുസരണക്കേടിന്റെ ഫലമായാണ് മനുഷ്യൻ പാപത്തിന്റെയും മരണത്തിന്റെയും ലോകത്തെ സ്വീകരിച്ചതെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യവംശത്തിന്റെ ആദ്യ മാതാവായി ദൈവം സൃഷ്ടിച്ച അതുല്യ സങ്കല്പമാണ് ഹൗവ. ഏദൻ തോട്ടത്തിലെ നിർമ്മലതയും ദൈവ സാന്നിധ്യവും അനുഭവിച്ച ഹൗവ മനുഷ്യന്റെ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും എന്ന മഹാസത്യത്തിന്റെ പ്രതീകമായി മാറി. നന്മയും തിന്മയും തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം, ഈ ഫലം ആഗ്രഹിച്ച അവളുടെ തീരുമാനത്തിന്റെ ഫലമായി മനുഷ്യ ജീവിതത്തിന്റെ പുതിയ അധ്യായം തുറന്നു കുറിച്ചു. ജീവന്റെ ഉറവയായും എല്ലാ തലമുറകളുടെയും അമ്മയുമായാണ് ഹൗവ തിളങ്ങുന്നത്. അബ്രഹാമിന്റെ വംശത്തിലെ ദൃഢനിശ്ചയവും ദൈവനിഷ്ഠയുമുള്ള സ്ത്രീ പ്രതീകമാണ് റെബേക്ക. ഇസഹാക്കിന്റെ ഭാര്യയായി അവളുടെ ധൈര്യവും ബുദ്ധിമുട്ടുകളും ദൈവത്തെ ആശ്രയിക്കുന്ന വിശ്വാസവും കുടുംബങ്ങളുടെയും ചരിത്രത്തിന്റെയും ദിശ നിശ്ചയിച്ചു. അവളുടെ നിർണായക തീരുമാനപ്രകാരം ഇസഹാക്കിന്റെ മകന്റെ അവകാശവും അനുഗ്രഹവും ഉറപ്പാക്കുന്നതിൽ ദൈവപദ നിർദ്ദേശത്തെ അനുസരിച്ചുള്ള ശാന്തിയും കരുത്തും പ്രതിഫലിക്കുന്നു. ദൈവവിശ്വാസത്തിലും കുടുംബ ബന്ധങ്ങളിലും അതിജീവനത്തിന്റെ മാതൃകയായി റെബേക്ക നിലകൊള്ളുന്നു. യാക്കോബിന്റെ ആദ്യഭാര്യയായ ദൈവവിശ്വാസത്തിലും ധൈര്യത്തിലും ശക്തമായ ഒരു സ്ത്രീ പ്രതീകമാണ് ലേയ. അവളുടെ ജീവിതം അന്യായത്തിലും പ്രശ്നങ്ങളിലും നിറഞ്ഞിരുന്നതായിരുന്നുവെങ്കിലും ദൈവത്തോടുള്ള വിശ്വാസം സഹനശക്തിയും വഴി അവൾക്ക് സന്താനഭാഗ്യം ലഭിക്കുകയും കുടുംബത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുകയും ചെയ്തു. പ്രവാചകയും ഇസ്രായേലിലെ ഏക ഭരണ നീതിപതിയുമായിരുന്നു ദെബോറ. ഇസ്രായേൽ ജനത്തിന്റെ ശത്രുക്കളിൽ നിന്നുമുള്ള മോചനത്തിന് ദെബോറ നിർണായക പങ്ക് വഹിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദെബോറയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: ദെബോറ പനമരത്തിന് കീഴിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് ന്യായവിചാരം നടത്തുകയും ബാറക്കിനോടൊപ്പം കനാനിന്റെ സൈന്യാധിപതിയായ സീസറെ തോൽപ്പിക്കുന്ന യുദ്ധത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. അതുല്യ ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമാണ് ശിംശോൻ. ജനനം മുതൽ നാസിന് പദത്തിൽ സമർപ്പിക്കപ്പെട്ടിരുന്ന ശിംശോന്റെ ശക്തിയുടെ അടയാളം അവന്റെ മുറിക്കാത്ത മുടിയായിരുന്നു. എന്നാൽ ദലീലയുടെ വഞ്ചനയിൽ വ്രതം ലംഘിക്കപ്പെട്ടപ്പോൾ ശക്തി ക്ഷയിച്ചെങ്കിലും ദൈവത്തോട് വിളിച്ചപേക്ഷിച്ച് തന്റെ ദിവ്യശക്തി വീണ്ടും തിരിച്ചു നേടി ഫിലിസ്തീന്റെ ക്ഷേത്രം തകർത്ത് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് ശത്രുക്കൾക്കെതിരെ അന്തിമ വിജയം നേടിയ ന്യായാധിപനാണ് ശിംശോൻ. ദൈവവിശ്വാസത്തിലും ദൈവനിഷ്ഠയിലും അദ്വിതീയമായ സ്ത്രീ പ്രതീകമാണ് നവമി. സ്വന്തം കുടുംബവും നാടും നഷ്ടപ്പെട്ടിട്ട് ദൈവത്തിൽ അഭയം കണ്ടെത്തി തന്റെ സഹനശക്തിയും കരുത്തും രൂത്തിനെ പോലുള്ള പുഞ്ചിരിക്കുന്ന വിശ്വസ്തരായ പുതുതലമുറയെ സ്വാധീനിക്കുകയും ചെയ്തു. പ്രതിസന്ധികൾക്കിടയിലും ഉറച്ച നിലപാടോടെ മുന്നോട്ട് പോകുന്ന നവമി നമുക്കേവർക്കും ഒരു മാതൃകയാണ്. മോർദെഖായിയുടെ മകളായ രൂത്ത് തന്റെ ഭർത്തൃമാതാവിനോടുള്ള അനുസരണത്തിലും ദൈവവിശ്വാസത്തിലും ഉറച്ചു നിന്നു തന്റെ ജന്മനാടിന് പുറത്തുള്ള ഒരു രാജ്യത്ത് പുതിയ ജീവിതം തിരഞ്ഞെടുത്തു. അവളുടെ ദൈവനിഷ്ഠയും ആത്മാർത്ഥതയും വരും തലമുറകളെ അനുഗ്രഹിക്കുന്നതിനുള്ള വഴി തുറന്ന ഉത്തമ ഉദാഹരണമാണ് റൂത്ത്. പേർഷ്യ രാജ്യത്തിന്റെ സിംഹാസനത്തിൽ ആരൂഢനായി എസ്തേർ രാജ്ഞി തന്റെ രാജ്യത്തിനെ നാശത്തിൽ നിന്നും രക്ഷിക്കുവാൻ നിശ്ചയഭരിതമായ ധൈര്യവും ദൈവവിശ്വാസവും പ്രകടിപ്പിച്ചു. വ്യക്തിപരമായ സുരക്ഷാ സുവിശേഷ സ്വാധീനമുള്ള സ്ഥിതിയിലും തന്റെ ജനത്തിന്റെ അഭിവൃദ്ധിക്കും രക്ഷയ്ക്കും വഴിതെളിച്ച് ധൈര്യം സൈത്യത്തിലേക്ക് പകരുന്ന ശക്തി പ്രതീകമാണ് എസ്തേർ. ഒരിടയം കുട്ടിയായിരുന്ന ദാവീദ് ദൈവത്തിന്റെ അഭിഷേകത്താൽ ഭീമനായ ഗോലിയാത്തിനെ ഒരു കല്ലുകൊണ്ട് തന്നെ കീഴടക്കുകയും ലോകത്തിനു മുമ്പിൽ തന്റെ ദൈവവിശ്വാസം തെളിയിച്ചവനാണ്. സംഗീതത്തിലും യുദ്ധതന്ത്രങ്ങളിലും സമന്വനായ ദാവീദ് തന്റെ ജനത്തിന്റെ ഹൃദയം കീഴടക്കിയ രാജാവായി ഉയർന്ന ഇസ്രായേലിനെ അതിന്റെ ഏറ്റവും ശക്തിയും മഹത്വവും നിറഞ്ഞ കാലത്തിലേക്ക് നയിച്ചു. പിഴവുകൾ പറ്റിയെങ്കിലും തന്റെ പാപത്തെ തിരിച്ചറിഞ്ഞ ദൈവത്തിലേക്ക് അനുതാപത്തോട് മടങ്ങിയ ദൈവഹൃദയത്തിന്റെ അനുയോജ്യനായ മനുഷ്യൻ എന്ന ബഹുമതിക്ക് അർഹനായി ദാവീദ് നിലകൊള്ളുന്നു.
പഴയ നിയമത്തിലെ ജ്ഞാനത്തിന്റെ പ്രതീകമാണ് ശലോമോൻ രാജാവ്. ബാലനായിരിക്കുമ്പോൾ തന്നെ ലൗകിക ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അറിവിനാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിനോട് ജ്ഞാനം ചോദിച്ചു നേടിയ ശലോമോൻ സമ്പത്തോ ശക്തിയോ അല്ല, മറിച്ച് വിവേകമാണ് മനുഷ്യനെ മഹത്തായ പാഠം നമ്മെ പഠിപ്പിച്ചു. ബുദ്ധിയും വൈഭവ്യവും നിറഞ്ഞ ശക്തിയായ ഒരു ഭരണാധികാരിയാണ് ശേബാരാജ്ഞി. ജ്ഞാനം കണ്ടെത്തുവാൻ ജെറുസലേമിലെത്തി ശലോമോന്റെ ജ്ഞാനവും നീതിയും നേരിട്ട് പരിശോധിച്ച് തന്റെ രാജ്യത്തെയും ജനങ്ങളെയും ശക്തി കൊണ്ടും സമ്പത്ത് കൊണ്ടും പ്രതിനിധീകരിച്ചവളാണ് ശേബാരാജ്ഞി. അവളുടെ സന്ദർശനവും സോളമനുമായി നടത്തിയ ബുദ്ധിപൂർവമായ സംവാദവും ജ്ഞാനിയായ ഒരു വനിതാ നേതൃത്വം പ്രതിപാദിക്കുന്നു. ദൈവത്തിന്റെ ദുഃഖത്തിനായി മരുഭൂമിയിൽ മുഴങ്ങിയ പശ്ചാത്താപത്തിന്റെ സ്വരം ആയി ഉയർന്ന ശക്തനായ പ്രവാചകനാണ് യോഹന്നാൻ സ്നാപകൻ. യേശുക്രിസ്തുവിന്റെ വരവിനെ വഴിയൊരുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തവനായി നിർഭയമായി സത്യവും നീതിയും പ്രസംഗിച്ചു. ജനങ്ങളെ യോർദാൻ നദിയിൽ സ്നാനം കഴിപ്പിച്ച് ഹെരോദോസ് രാജാവിന്റെ അനീതിക്ക് മുമ്പിൽ പതരാതെ സത്യത്തിന് വേണ്ടി തന്റെ ജീവനെ സമർപ്പിച്ച് നിഷ്കളങ്ക ധീരന്റെ പ്രതീകമായി യോഹന്നാൻ സ്നാപകൻ നിലകൊള്ളുന്നു. നമ്മുടെ കുട്ടിക്കുരുന്നുകൾ അവതരിപ്പിച്ച ലെഗസീസ് ഫോർ സ്ക്രിപ്ചേഴ്സ് എന്ന ടാബ്ലോ ഇവിടെ സമാപിക്കുകയാണ്. വിശ്വാസവും ധൈര്യവും സമർപ്പണവും നിറഞ്ഞ ബൈബിൾ കഥാപാത്രങ്ങളുടെ ജീവിതം അവരുടെ കുഞ്ഞു കൈകളിലൂടെ അത്ഭുതകരമായി നമ്മളിലേക്ക് എത്തി. ഇവർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദൈവവചനത്തിൽ നിലകൊള്ളുന്ന പാഠങ്ങൾ തലമുറകളെ മാറ്റിമറിക്കുന്ന ശക്തിയാണെന്നാണ്. ഈ അവതരണം നമുക്ക് ഏവർക്കും അനുഗ്രഹവും പ്രചോദനവുമാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും പിന്തുണയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആഘോഷിക്കണം.